Hi friends, welcome back to my channel. ഞാൻ മഞ്ജുശ്രീ. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ട്രഡീഷണൽ രീതിയിൽ കപ്പി കാച്ചി ചേർക്കാതെ തന്നെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രിസ്മസ് ടൈമിൽ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പച്ചരിയാണ് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇഡ്ലി റൈസ് അല്ലെങ്കിൽ ബാസ്മതി റൈസ് ഒക്കെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇതാണ് എൻ്റെ മെഷർമെൻറ്റ് കപ്പ്. അപ്പോൾ ഈ കപ്പിൽ 2 കപ്പ് ഇഡ്ലി റൈസാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ കഴുകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് റൈസ് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് സോക്കായിട്ട് വരണം. അങ്ങനെ കുതിർന്ന് വരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത്. ഇപ്പോൾ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 മുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1 കപ്പ് തേങ്ങ അത്ര ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് തേങ്ങാവെള്ളം കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് മധുരം അധികം ഇഷ്ടമില്ല അപ്പത്തിന്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഹാഫ് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇത് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി തേങ്ങാവെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സ്ട്രാ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമാണ് നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ട് വെള്ളം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഇവിടെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മാവ് അരച്ചെടുത്ത് വരുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. അത് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റുകയാണ്. ഈസ്റ്റ് ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈസ്റ്റും മാവുമായിട്ട് യോജിപ്പിക്കണം. ഞാൻ എപ്പോഴും ഓവർനൈറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിറ്റേ ദിവസമാണ് എടുത്തിട്ട് പാലപ്പമൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ മിക്സ് ഇനി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഫെർമെൻറ്റേഷന് വെക്കുന്ന ഏത് മാവും ഇങ്ങനെ വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് മാവിങ്ങനെ പൊങ്ങി വന്നിട്ട് നമ്മുടെ കിച്ചണൊക്കെ വൃത്തികേടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെക്കാം. എന്നിട്ട് നാളെ നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും മാവ് ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് പാലപ്പത്തിന് വേണ്ടത്. അപ്പച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഹൈ ഫ്ലെയിമിലാണുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 2 കയ്യിലാണ് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഫ്ലെയിം ലോ ചെയ്ത് കൊടുക്കാം. ചെറു തീ കിടന്നിട്ട് വേണം നമ്മുടെ പാലപ്പം വെന്ത് വരാനായിട്ട്. അത് 1 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 1 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ്. വളരെ ഈസി ആയിട്ട് എനിക്കിത് എടുക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒന്നുകൂടെ തയ്യാറാക്കി എടുക്കാം. നമ്മുടെ സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഇത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യൂ. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കൂ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.